ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയിനകത്ത് കിട്ടിയ കണ്ണാടി വറ്റയും അതുപോലെ അറക്ക കുഞ്ഞുങ്ങളുണ്ട്. അറക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മീനെ തന്നെയാണ് നമ്മൾ പറയുന്നത്, ചെറുതിനെയാണ് നമ്മൾ അറക്കയെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീനെ പറയണത് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഡയമണ്ട് ട്രിവേലിന്ന് ഈ ഒരു കണ്ണാടി വറ്റന ഇംഗ്ലീഷിൽ പറയൂട്ടെ. അപ്പോൾ സവാളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചി എല്ലാം ഇട്ടിട്ട് മിക്സിയിലിട്ടടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കേണ്ട. അതിൻ്റെയൊക്കെ കുറച്ചെടുത്താണ്ട് നമ്മൾ മിക്സിയിലിട്ടടിച്ച് അതിനുശേഷം സവാള തക്കാളി പിന്നെ അതുപോലെ പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് പിന്നെ നമ്മൾ ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് സവാള ഇട്ട് പിന്നെ തക്കാളി ഇട്ട് സാധാരണ നമ്മൾ മീൻ കറി വെക്കണ പോലെ തന്നെയാണ് വെച്ചത്. പിന്നെ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടോട്ടെ. അത് പൊതുവേ ഇവർ വെക്കാൻ നേരത്ത് അങ്ങനെയുണ്ട വെക്കണത്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും എനിക്കത് ഇഷ്ടമുണ്ട്, നല്ല ടേസ്റ്റാണ്. വെട്ടി പീസാക്കിയ നമ്മുടെ മീനുകളെയൊക്കെ നേരെ നമ്മുടെ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡി. നല്ല ചൂടൻ മീൻകറി. പിന്നെ കുറച്ച് എണ്ണ കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കണ്ണാടി വറ്റനയിൽ ഇഷ്ടപ്പെട്ട് നെയ്മീനാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.